നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുകയും അതേസമയം ഒരുപാട് സംശയങ്ങളുണ്ടാക്കുകയും ചെയ്ത ഒരു പുരാതന രഹസ്യത്തെക്കുറിച്ചാണ്. ഒരുപക്ഷേ ബൈബിളിന്റെ ഭാഗമാകേണ്ടിയിരുന്ന, പക്ഷെ എന്തുകൊണ്ടോ പുറത്തു നിർത്തപ്പെട്ട ഹാനോക്കിന്റെ പുസ്തകം. അപ്പോ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഒരു പുസ്തകത്തെക്കുറിച്ച് ഇത്രയധികം വിവാദങ്ങൾ? സാധാരണ വിശ്വാസങ്ങളെ പിടിച്ചുകുലുക്കാൻ മാത്രം എന്താണ് അതിന്റെ ഉള്ളടക്കത്തിലുണ്ടായിരുന്നത്? വരൂ, നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹാനോക്കിന്റെ പുസ്തകം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒന്നായിരുന്നില്ല. സത്യത്തിലെ ആദ്യകാല യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇതിന് വലിയ സ്വീകാര്യതയും ബഹുമാനവും ഉണ്ടായിരുന്നു. പലരും ഇതിനെ ദൈവത്തിന്റെ വാക്കുകളായി തന്നെയാണ് കണ്ടിരുന്നത്. പിന്നീടാണ് ഈ പുസ്തകം അപ്പോക്രിഫ എന്നൊരു വിഭാഗത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഇപ്പം നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ സംശയമുള്ളത് അല്ലെങ്കിൽ വ്യാജം എന്നൊക്കെയൊരർത്ഥാണ് മനസ്സിൽ വരുന്നത്, അല്ലേ? പക്ഷേ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ അതിന്റെ യഥാർത്ഥ അർത്ഥം അതായിരുന്നില്ല. രഹസ്യങ്ങൾ ഒഴിപ്പിച്ചു വെച്ചത് എന്നായിരുന്നു അതിന്റെ തുടക്കത്തിലെ അർത്ഥം. അതായത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള ജ്ഞാനം അതിലുള്ളതുകൊണ്ട് അത് മറച്ചുവെക്കപ്പെട്ടു എന്ന്. അതൊരു ബഹുമാനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ മറച്ചുവെക്കപ്പെട്ട രഹസ്യം? എന്തായിരുന്നു ഹാനോക്കിന്റെ പുസ്തകത്തെ ഇത്രയധികം അപകടകരമാക്കിയത്? ഇതിന്റെ ഉത്തരം പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്താണ് കിടക്കുന്നത്. വീണുപോയ മാലാഖമാരെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഹാനോക്കിന്റെ പുസ്തകത്തിലെ തന്നെ വാക്കുകളാണ്. ഭൂമിയിൽ മനുഷ്യർ പെരുകി, എല്ലാം വളരെ ശാന്തമായി മുന്നോട്ടു പോയിരുന്ന ഒരു കാലം. മാലാഖമാർ ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ലോകത്തെയാണ് ഈ വാക്കുകൾ വരച്ചുകാട്ടുന്നത്. ഈ സ്ലൈഡിലെ ഉദ്ധരണി ആ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച നിർണായക നിമിഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് സ്വർഗത്തിലെ കാവൽക്കാരായ മാലാഖമാർ മനുഷ്യസ്ത്രീകളെ മോഹിക്കുകയും ഭൂമിയിലേക്കിറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്ത ആ ഒരു നിമിഷം. ആ ഒരു തീരുമാനത്തിന്റെ ഫലം ഭയാനകമായിരുന്നു. ഈ ഒരു അവിശുദ്ധ ബന്ധത്തിൽ നിന്ന് ജനിച്ചത് നെഫിലിം എന്ന് വിളിക്കപ്പെട്ട ഭീമാകാരന്മാരായ രാക്ഷസന്മാരായിരുന്നു. അവർ ഭൂമി മുഴുവൻ നശിപ്പിച്ചു, മനുഷ്യരെ ഭക്ഷിച്ചു, ലോകം മുഴുവൻ അക്രമവും അനീതിയും കൊണ്ട് നിറച്ചു. ഇതുകൊണ്ടും തീർന്നില്ല. ഈ വീണുപോയ മാലാഖമാർ അഥവാ കാവൽക്കാർ മനുഷ്യരാശിയെ കൂടുതൽ വഴിതെറ്റിച്ചു. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ അവർ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ദൈവത്തിന്റെ ക്രമത്തിനു വിരുദ്ധമായ നിരോധിത ജ്ഞാനങ്ങളായിരുന്നു. മാരകായുധങ്ങളുണ്ടാക്കി യുദ്ധം ചെയ്യാനും ജ്യോതിഷവും മന്ത്രവാദവും ഉപയോഗിച്ച് ദൈവത്തിൽ നിന്ന് അകലാനും അവർ മനുഷ്യരെ പഠിപ്പിച്ചു. ഇത് ലോകത്തെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിട്ടു. ഇനി നമുക്ക് ഈ പുസ്തകത്തിലെ നായകനിലേക്ക് വരാം. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായ ദൈവത്തിന്റെ സന്ദേശവാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഹാനോക്ക്. അദ്ദേഹത്തിന് ലഭിച്ച അവിശ്വസനീയമായ ദർശനങ്ങളെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ബൈബിൾ അനുസരിച്ച് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആളാണ് ഹാനോക്ക്. ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കാണിക്കാനും ആ വീണുപോയ മാലാഖമാർക്ക് ദൈവത്തിന്റെ അന്തിമവിധിയുടെ സന്ദേശം നൽകാനുമായിരുന്നു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഹാനോക്ക് തന്റെ സ്വർഗീയ യാത്രയിൽ കണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണിത്. ഇത് വെറുതെ വായിച്ചു പോയാൽ പോരാ, ഇതിലെ ഓരോന്നും എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, എല്ലാ മനുഷ്യരുടെയും പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ സ്വർഗീയ ഫലകങ്ങൾ. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും പ്രപഞ്ചത്തിലൊരു രേഖയുണ്ടെന്ന ആശയം എത്ര വലുതാണല്ലേ? അതുപോലെ നക്ഷത്രങ്ങളുടെയും ഇടിമിന്നലിന്റെയും നിധികൾ. ഈ പുസ്തകം വരച്ചുകാട്ടുന്ന പ്രപഞ്ചം എത്ര വിശാലവും സങ്കീർണവുമാണെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിയമം ലംഘിച്ച ആ കാവൽക്കാരായ മാലാഖമാരുടെ അവസാനം എന്തായിരുന്നു? അതിനൊരു ഭയാനകമായ ഉത്തരമുണ്ട്. ഊറിയൽ എന്ന വിശുദ്ധ മാലാഖ ഹാനോക്കിന് അവരുടെ തടവര കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന വാക്കുകളാണിത്. അവരുടെ വിധി എന്നേക്കുമായി മുദ്രവെക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇത്രയധികം പ്രാധാന്യവും സ്വാധീനവുമുള്ള ഒരു പുസ്തകം എങ്ങനെയാണ് ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായത്? ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ ചരിത്രപരമായ തിരോധാനത്തെയും അതിന്റെ നാടകീയമായ തിരിച്ചുവരവിനെയും കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവിച്ചത് ഇതാണ്. ആദ്യകാല ക്രിസ്ത്യൻ യഹൂദ അധികാരികൾ ഹാനോക്കിന്റെ പുസ്തകത്തെ അടിച്ചമർത്താൻ ഒരുപോലെ ശ്രമിച്ചു. എന്തിനായിരിക്കും? കാരണം ഇതിലെ ചില പഠിപ്പിക്കലുകൾ, പ്രത്യേകിച്ച് മാലാഖമാർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുണ്ടെന്നും അവർക്ക് പാപം ചെയ്യാൻ സാധിക്കുമെന്നുമുള്ള ആശയം അന്നത്തെ ഔദ്യോഗിക വിശ്വാസങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇത് ഒരു തരത്തിൽ ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായി അവർ കണ്ടു. അതിന്റെ ഫലമായി ഈ പുസ്തകം 1000-ലധികം വർഷത്തേക്ക് ലോകത്തിനു മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി.
ഈ ടൈം ലൈൻ കാണുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിന്റെ ഒരു സിനിമ പോലെയുള്ള യാത്ര മനസ്സിലാവും. BC 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ പുസ്തകം പിന്നീട് മതനേതാക്കളാൽ നിരോധിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളോളം അത് നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും കരുതി. പക്ഷേ 1773-ൽ ജെയിംസ് ബ്രൂസ് എന്ന സ്കോട്ടിഷ് പര്യവേഷകൻ എത്യോപ്യയിൽ നിന്ന് അതിന്റെ പകർപ്പുകൾ കണ്ടെത്തി. അതൊരു വലിയ സംഭവമായിരുന്നു. 1821-ൽ അത് ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വന്നു. ഒടുവിൽ 1947-ൽ ചാവുകടൽ ചുരുളുകൾക്കിടയിൽ നിന്ന് അതിന്റെ പുരാതന ഭാഗങ്ങൾ കണ്ടെത്തിയതോടെ അതിന്റെ പഴക്കവും പ്രാധാന്യവും ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടു. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1947-ലെ ആ കണ്ടെത്തൽ എല്ലാ കളികളും മാറ്റിമറിച്ചു. അതുവരെ പലരും പറഞ്ഞിരുന്നത് ഹാനോക്കിന്റെ പുസ്തകം ക്രിസ്ത്യാനികൾ പിന്നീട് എഴുതിച്ചേർത്ത ഒന്നാണെന്നായിരുന്നു. എന്നാൽ ആ വാദം അതോടെ ഇല്ലാതായി. ഇത് യേശുക്രിസ്തുവിന്റെ കാലത്തിനു മുൻപ് നിലവിലുണ്ടായിരുന്ന ഒരു യഥാർത്ഥ യഹൂദ ഗ്രന്ഥമാണെന്ന് തർക്കമില്ലാതെ തെളിയിക്കപ്പെട്ടു. പുസ്തകം ഔദ്യോഗികമായി പുറത്താക്കപ്പെട്ടു, ശരി. പക്ഷേ അതിലെ ആശയങ്ങൾ മരിച്ചോ? ഇല്ല. അതിന്റെ സ്വാധീനം പുതിയ നിയമത്തിലുടനീളം ഒരു രഹസ്യ പ്രതിധ്വനി പോലെ നമുക്ക് കേൾക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. 100-ലധികം, ഒന്നോ രണ്ടോ അല്ല, പുതിയ നിയമത്തിലെ 100-ലധികം പ്രയോഗങ്ങൾക്ക് ഹാനോക്കിന്റെ പുസ്തകവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ട്. ഇതൊരു ചെറിയ കണക്കല്ല. ആദ്യകാല ക്രിസ്ത്യാനികളും പുതിയ നിയമം എഴുതിയവരും ഈ പുസ്തകത്തെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരായിരുന്നോ എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ സ്ലൈഡിലെ താരതമ്യമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മനുഷ്യപുത്രൻ തുടങ്ങിയ പദവികൾ, ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതൊക്കെ പുതിയ നിയമത്തിൽ വരുന്നതിനു മുൻപ് തന്നെ ഹനോക്കിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ എഴുത്തുകാർക്ക് ഒരുപക്ഷേ യേശുവിന് പോലും ഹനോക്കിന്റെ പുസ്തകത്തിലെ ആശയങ്ങൾ നന്നായി അറിയാമായിരുന്നുവെന്നാണ്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതിൽ പരം വലിയൊരു തെളിവ് വേറെ വേണ്ടിവരില്ല. പുതിയ നിയമത്തിലെ യൂദായുടെ പുസ്തകത്തിലെ ഹാനോക്കിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നേരിട്ടൊരു ഭാഗം ഉദ്ധരിക്കുകയാണ്. ഔദ്യോഗിക ബൈബിളിന്റെ ഭാഗമല്ലെങ്കിലും അതിന്റെ സ്വാധീനം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ ഒരൊറ്റ വാക്യം നമ്മോട് ഉറക്കെ പറയുന്നുണ്ട്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ പുസ്തകത്തിൽ നിന്നു തന്നെയുള്ള ഒരു വാക്യം നോക്കാം. ഇത് നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും. ഹാനോക്ക് തന്നെ പറയുകയാണ്, താൻ എഴുതുന്ന ഈ വാക്കുകൾ തന്റെ കാലഘട്ടത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഒരുപാട് കാലം കഴിഞ്ഞു വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്കു വേണ്ടിയുള്ളതാണ് എന്ന്. അപ്പോഴാ ചോദ്യം വീണ്ടും വരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപെഴുതപ്പെട്ട, നൂറ്റാണ്ടുകളോളം നഷ്ടപ്പെട്ടുപോയ ഈ നിഗൂഢ ഗ്രന്ഥം ഒരു വിദൂര തലമുറയ്ക്കായി കാത്തിരിക്കുകയായിരുന്നുവെങ്കിൽ ആ തലമുറ നമ്മളായിരിക്കുമോ? അതിന്റെ സന്ദേശങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടോ? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു.